സ്പോട്ട് ലൈവിന് പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ചുവെന്ന് പരാതി. കൊച്ചുകോയിക്കലിലാണ് വനിതാ ഉദ്യോഗസ്ഥയെ അടക്കം ആക്രമിച്ചത്. 4 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. CPM പ്രാദേശിക നേതാവ് ജേക്കബ് വളയംപള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. ദൃശ്യങ്ങളടക്കം നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു ഈ ആക്രമണം. ഈ സംഭവത്തിന് പിന്നിൽ ഈ CPM പ്രാദേശിക നേതാവാണെന്ന്, CPM പ്രവർത്തകരാണെന്ന് പറയുന്നുണ്ട്. ഇതെന്നാണ് സംഭവം ഉണ്ടായത്? എപ്പോഴാണ് ഉണ്ടായത്? ടോം, ചൊവ്വാഴ്ചയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ചൊവ്വാഴ്ച കൊച്ചുകോയിക്കലിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ CPMന്റെ പ്രാദേശിക നേതാവ് ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം CPM പ്രവർത്തകർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. 4 പേരാണ് ഉണ്ടായിരുന്നത്. സെക്ഷൻ ഓഫീസർ സുരേഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമ്മു ഉദയൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. എന്നിവരും 4 പേരെയും ഇവർ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായതിൽ 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവം ഇവർ മൊബൈലിൽ ചിത്രീകരിച്ച് പോലീസിന് നൽകിയിട്ടും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടില്ല എന്നൊരു പരാതി കൂടി വനംവകുപ്പിനുണ്ട്. ഏതായാലും ഈ വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. സ്വാഭാവികമായും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ പലപ്പോഴും ഇവിടെ ചില വാക്കേറ്റങ്ങളും തർക്കങ്ങളും വന്യമൃഗശല്യത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. ഈ സംഭവത്തിൽ ഫോറസ്റ്റുകാരെയും മരമുറി അന്വേഷിക്കാൻ എത്തിയ സമയത്ത് യാതൊരു പ്രകോപനവുമില്ലാതെ CPM നേതാവ്, പ്രാദേശിക നേതാവ് ജേക്കബ് വളയംപള്ളിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകളാണ് ഈ വനപാലകരെ ആക്രമിച്ചത്. ഏതായാലും ഈ സംഭവത്തിന് ശേഷം ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും പരാതി നൽകുകയും തെളിവുകൾ, ഈ ആക്രമണത്തിന്റെ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പോലീസിന് പരാതി നൽകിയും നടപടി ഉണ്ടായിട്ടുള്ളതാണ് വനംവകുപ്പ് ഇപ്പോൾ ആരോപിക്കുന്നത്. അത് പ്രധാനമായും ഉദ്യോഗസ്ഥർ പറയുന്നത് തങ്ങൾക്ക് ഈ സ്വൈര്യമായി ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോൾ ഈ മേഖലയിലുണ്ട്. കാരണം ഫോറസ്റ്റുകാരും അതുപോലെ തന്നെ പ്രദേശവാസികളും തമ്മിലുള്ള തർക്കങ്ങളും ചില മർദ്ദനങ്ങളും ഒക്കെ ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട്. ഈ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് പലപ്പോഴും ഇത്തരം വാക്കേറ്റങ്ങളിലും ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലൊക്കെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റുകാർക്ക് സംരക്ഷണം വേണം എന്നൊരാവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ട് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ അസോസിയേഷൻ കൂടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ചൊവ്വാഴ്ചയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ടോമ, അതാ ഇപ്പോൾ ഈ പോലീസ് ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം എന്താണ്? ഈ ദൃശ്യങ്ങളടക്കം പരാതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഈ CPM പ്രവർത്തകർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത്, കേസെടുക്കാത്തത്? ടോം, അത് തന്നെയാണ്. CPMന്റെ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്നുള്ള ആരോപണമാണ് ഈ വനപാലകർ മുന്നോട്ട് വെക്കുന്നത്. ഉദ്യോഗസ്ഥർ അതിൽ തന്നെയാണ് പറയുന്നത്. കാരണം ഇത്തരം ഒരു ആക്രമണം ഉണ്ടായിട്ടും, അതായത് വനിതാ ഫോറസ്റ്റ് ഓഫീസർ, അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമ്മു ഉദയൻ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടും ഇക്കാര്യത്തിൽ പോലീസ് നിസ്സംഗത പാലിക്കുന്നു എന്നുള്ളതാണ് ഈ വനപാലകർ മുന്നോട്ട് വെക്കുന്ന ഒരു പരാതി. കാരണം ദൃശ്യങ്ങൾ കൃത്യമായി മൊബൈലിൽ പ്രവർത്തിക്കുകയും ആ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്ത് ചൊവ്വാഴ്ച നടന്ന സംഭവമായിട്ട് പോലും ഇതുവരെ ഒരു അന്വേഷണമോ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് വനപാലകർ മുന്നോട്ട് വെക്കുന്നത്. തങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം പ്രദേശത്ത് നിലനിൽക്കുന്നു. ഈ വന്യമൃഗശല്യം ഉള്ള ഒരു പ്രദേശം എന്ന നിലയ്ക്ക് നാട്ടുകാരും പോലീസും പലപ്പോഴും നാട്ടുകാരും വനപാലകരും തമ്മിലുള്ള പല പ്രാവശ്യവും ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് കയ്യേറ്റത്തിലേക്ക് എത്തുന്നത്, ജോലിക്ക് തടസ്സം നിൽക്കുന്ന തരത്തിലേക്ക് എത്തുന്നത് വലിയ ഒരു പരാതിയായിട്ടാണ് വനപാലകർ ഉന്നയിക്കുന്നത്. കാരണം ജീവനെ പേടിയുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് തടയുന്നതിനോ കാര്യങ്ങളോ ഒന്നും വനംവകുപ്പിന് പരിമിതിയുണ്ട്. പോലീസാണ് ആ കാര്യങ്ങളൊക്കെ തടയേണ്ടതും അത് നിയന്ത്രിക്കേണ്ടതും കേസെടുക്കേണ്ടതും. പക്ഷെ അത്തരം ഉത്തരവാദിത്വം പോലീസും മാറി നിൽക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് ഈ ആക്രമണത്തിനിരയായ വനപാലകര് മുന്നോട്ട് വയ്ക്കുന്നത്. പരാതിയും തെളിവുകളും നൽകിയിട്ടും ഇക്കാര്യത്തിൽ ഒന്നും തന്നെ നടപടി സ്വീകരിക്കാത്ത CPMന്റെ ഉന്നതമായുള്ള ബന്ധം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത്തരം ഇടപെടൽ വ്യക്തമാണ്. പത്തനംതിട്ടയിൽ ശശിനാരായണൻ വിവരങ്ങൾ നൽകിയത്. ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ സമ്മർദ്ദം മൂലമാണ് ഈ കുറ്റക്കാർക്കെതിരെ പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. സംഭവത്തിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം നൽകിയിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതാണ് ആക്ഷേപത്തിന് ഇടയാക്കിയിരിക്കുന്നത്.